ഗൈസ് ഞാനൊന്ന് സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് പോണേണ്. ഗൈസ് ഞങ്ങളിപ്പോ ഫ്രാങ്ക്ഫൂട്ട് എത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. ചെല്ലുമ്പോ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഡാഡിക്കാണ് സർപ്രൈസ് ആവാൻ പോണത്. അവര് പോണം ഗൈസ്. അങ്ങനെ എൻ്റെ ചെക്കിനൊക്കെ കഴിഞ്ഞ് അവര് പോയി. അവർക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്, അവർ പോയി. ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോണേണ്. എനിക്ക് പാസ് കിട്ടി. ഷൂസൊക്കെ അയച്ച് കാലൊക്കെ തപ്പിയിട്ടാണ് വിട്ടത്. സെക്യൂരിറ്റി ചെക്കിങ് പെട്ടെന്ന് കഴിഞ്ഞ് അങ്ങനെ പോണ വഴിയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടത്. നേരെ എന്നെ അട്രാക്ട് ചെയ്തത് കുപ്പികളാണ്. അങ്ങനെ ഒരു കുപ്പിയും കൂടി ഞാൻ എടുത്തു. കുപ്പി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് ടൈം ആയി. അങ്ങനെ നേരെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാനങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ആരുമില്ല ഇപ്പുറത്ത് ആരുമില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കണ്ണിൽ വെട്ടടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തു. ഗൈസ് ഞാനിപ്പോൾ മുംബൈയിലെത്തി. എനിക്കിവിടെ 9 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ശരിക്കും ഇവിടെ എനിക്ക് നോക്കാൻ പറ്റണില്ല, ഇത്ര വെയിൽ. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ തലവേദന എടുക്കണ്ടല്ലാന്ന് വിചാരിച്ച് തിരിച്ച് കയറാൻ ചെന്നപ്പോഴേക്കും ഭയങ്കര നേരത്തെയാണ്. ഇപ്പം കയറാൻ പറ്റില്ല, പുറത്ത് വെയിറ്റ് ചെയ്യണമെന്ന്. ഇനി ഫുഡിൻ്റെ സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ പോലും എനിക്ക് തോന്നണം കുറേ നടക്കണം എന്ന്. എനിക്കിനി അധികം പോകാനും പറ്റില്ല, കാരണം നല്ല ട്രാഫിക്കിൽ പെട്ടാൽ തിരിച്ചെത്താൻ പറ്റില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈഫൈ കിട്ടണില്ല. എനിക്ക് സിമ്മില്ല, എൻ്റെ സിമ്മ് കട്ടായി കിടക്കുന്നതാണ്. പിന്നെ എൻ്റെ നാട്ടിലെ നമ്പർ വെച്ചിട്ട് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിലല്ല, ജർമ്മനിയിലത്തെ നമ്പർ വെച്ചിട്ട് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണക്റ്റ് ആവുന്നില്ല. എനിക്ക് മെസ്സേജസ് ഒന്നും വന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യാഷ് 600 സംതിങ് ഉണ്ടെങ്കിൽ എനിക്കിവിടെ സിം എടുക്കാൻ പറ്റുള്ളൂ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചോദിച്ചപ്പോൾ, പുറത്ത് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ പുറത്തത്തെ കട കാണണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കേണ്ടി വരും. നന്നായിട്ടുണ്ട്. ഞാൻ വേർത്ത് അത്ര വെയിൽ, നല്ല ചൂട്. ഇവിടെയാണെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. എനിക്ക് ഗൂഗിളിൽ നോക്കാൻ നെറ്റുമില്ല. ആകെ ചെറിയ കഫേസാണുള്ളത്. അതിലാണെങ്കിൽ പുറത്തിരുന്നേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്ന ടൈമിൽ ഞാൻ ഈ പോലീസുകാരനെ കണ്ട് പോലീസുകാരനോട് സംസാരിച്ചപ്പോഴേക്കും പുള്ളി എനിക്ക് ഫുഡ് സ്പോട്ട് പറഞ്ഞു തന്നു. ഹിന്ദി അറിയില്ലെങ്കിലും ആംഗ്യ ഭാഷ കാണിച്ച് ജീവിക്കാൻ അറിയാനുകൊണ്ട് പുള്ളിക്കാരോട് സംസാരിച്ച് നിന്ന്. പുള്ളി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്പോട്ടൊക്കെ പറഞ്ഞു തന്നെങ്കിലും എനിക്ക് അധികം നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ഫുഡ് സ്പോട്ട് ചോദിച്ചു വെച്ച്. ഗൈസ് ആ പോലീസുകാരനോട് ചോദിച്ചപ്പോഴേക്കും പുള്ളി എനിക്ക് ബർഗർ കിങ് എവിടെയാണെന്ന് പറഞ്ഞു തന്ന്. അപ്പോൾ ഇനി അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുക. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി അറിയില്ല. എനിക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവുള്ളൂ, ചെറുതായിട്ട് പറയാനറിയില്ല. ഇവിടെയാണെങ്കിൽ ഇവർ ഹിന്ദിയെ സംസാരിക്കണുള്ളൂ. പെട്ടെന്ന് വന്ന് ഇറങ്ങിയത് കൊണ്ടാണെന്നറിയില്ല, ചൂട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞാൻ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ടൈം ആയപ്പോഴേക്കും എയർപോർട്ടിൽ കയറ്റി ഞാൻ വൈഫൈ എടുത്തു. പാസ്പോർട്ടും ബോർഡിംഗ് പാസും സ്കാൻ ചെയ്താലും നമുക്ക് പാസ്വേഡ് കിട്ടും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പോ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അമ്മല് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സൈറ്റഡ് ആണോ അമ്മലിനെ കാണാൻ? അമൽ ഫ്രം ബാംഗ്ലൂർ. മ്യൂസിക് ഇടട്ടെ മറ്റേ മ്യൂസിക് ഇടാം. ഗൈസ് അങ്ങനെ ആരും അറിയാണ്ട് വൈപ്പിലെത്തിന് നമ്മള് സർപ്രൈസ് കൊടുക്കാൻ പോണെയാണ്. പക്ഷെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ വൈകുന്നേരം പോകണം. വൈകിട്ടേ സർപ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം ഡാഡിയും മമ്മിയും വീട്ടിലില്ല. അവര് വീട്ടിൽ വന്നിട്ടേ ഞാൻ അങ്ങോട്ട് കയറുള്ളൂ. അപ്പൊ അതുവരെ നമ്മള് എങ്ങോട്ട് പോണേ? സിനിമക്ക് പോണേ. ഇവിടുത്തെ ഫേമസ് തിയേറ്ററില് ഇല്ല, ഇവിടുത്തെ വലിയ തിയേറ്ററിൽ കൊണ്ടുപോണേ. ഗൈസ് നമ്മള് മാസ്ക് ഇട്ടേക്ക്, അതാണ് സേഫ്. ഗൈസ് നമ്മള് സിനിമ കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോണേണ് ഡാഡിയുടെ ബർത്ത്ഡേക്ക്. ഞാനിപ്പോൾ കേക്ക് വാങ്ങാൻ പോണ കട എനിക്കറിയണ കടയാണ്. അപ്പം ഞാൻ ഇറങ്ങില്ല, പകരം ഇവരാണ് ഇറങ്ങി വാങ്ങിക്കാൻ പോണത്. ഇവരിറങ്ങൂല, ഇവരാണ് ഇറങ്ങി വാങ്ങിക്കാൻ പോണത്. ഇപ്പൊ എത്തൂട്ട കട. ഇത്തിരി പോയിട്ട് നീ പോവണ്ട, ഞാൻ പറയണത് എന്റെ സ്ഥലമാണ്. ഞാൻ പറയണല്ലേ വളയണ്ട, നേരെ റോഡിന്റെ വളഞ്ഞോട്ടോ. ഇത്തിരി എടാ അതല്ലടാ, അത് നീ വിട്.
ഞാൻ പറയട്ടെ, ആ ബേക്കറിന്ന് കണ്ടിട്ടില്ലേ ആ ബീന്റെ അവിടെയാണ് നല്ല കേക്ക് ഉള്ളത്. ഗൈസ് നമ്മളിപ്പോ കേക്ക് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോണേണ്. ഗൈസ് നമ്മള് സ്ഥലം എത്താറായി, കേക്ക് പൊളിക്കണേണ്. ഇറക്കി വിടുന്ന വ്ളോഗാണ് ഗൈസ് കാണാൻ പോണത്. മറ്റേതിൽ പോണല്ലേ, ലോൺ അടച്ചു തീർത്തിട്ടില്ലേ കയറി വരേണ്ടത്. എന്റെ വീടിന്റെ വഴി ഇല്ല, ഞാനെന്നാ കണ്ടില്ല. കുട്ടി സഹിച്ചോ, കുട്ടി സഹിച്ചോ. സർപ്രൈസ്. ഡബിൾ സന്തോഷമാണ് ചിന്ന വന്നതിനും ചിന്നയുടെ കൂടെ സാധനം കയറി വന്നതിനും. ഡാഡിക്ക് വേറെ പണിയുണ്ടെന്ന് ഞാൻ കൂടുന്നു. ഗൈസ് നമ്മളങ്ങനെ ഇപ്പൊ മോസിനെ കാണാൻ പോണേണ് ഗൈസ്. അവൻ സ്റ്റോപ്പിൽ ഇരിപ്പുണ്ട്. മോസിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോണ്. അവനെ ആട്ടിവിട് കൂട്ടാൻ മിക്കാറും. ഞങ്ങള് മോസിനെ കാണാൻ പോയിട്ട് അവനിപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിന്റെ നീ ഇങ്ങനെ നോക്കല്ലേ വീട്. അവൻ എന്റെ വീടിന്റെ ഫ്രണ്ടിലവിടെ നിക്കണം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ തിരിച്ച് അവനെ കാണാൻ വേണ്ടിട്ട് പോണ്. ഇപ്പൊ ഞാൻ അവൻ എനിക്ക് സർപ്രൈസ് തന്ന പോലെ പോയി. നീ വിഷമിക്കണ്ട, ഞാൻ ഇപ്പോഴൊന്നും പോവൂല. എടാ എന്നാലും സന്തോഷമാണോ നിനക്ക്? ചെറുത് നീ ഭയങ്കര സന്തോഷം. ചെറുതൊക്കെ അടിച്ച് പോയിട്ട് അത് സോനുണ്ട്. ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് വന്നിട്ട് അടിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. വെറുതെ അടിച്ചൊന്നുമില്ല, ഇവളാണ് അടിച്ചത്. എടാ അവിടെ എപ്പോ വന്ന് വീഡിയോ കോൾ ആഡ് ചെയ്തേക്കാണ്. വേണ്ട ഇതേ ആഡ് ചെയ്തേക്കാണ്. അവളെ ആഡ് ചെയ്ത് ജർമ്മനിലേക്ക് അവളെ ഇവിടെ വന്ന് കണ്ടാ തൊടാൻ പറ്റാത്തണ്ട. ശരിക്കും പറഞ്ഞപ്പള ഞാൻ സർപ്രൈസ് തരാൻ അങ്ങടെ ഓരോരുത്തർക്കും വരാന്ന് വിചാരിച്ചതാ. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചപ്പോഴേക്കും നീ അറിഞ്ഞില്ലേ? എനിക്ക് പറ മമ്മിക്ക് സന്തോഷമായില്ലേ? എനിക്കിപ്പോ കുഴപ്പമില്ല, ഇത് ഇടൂല. പറ സന്തോഷമായില്ലേ? നീ വന്നേനാ ഭയങ്കര സന്തോഷം. പറ ഉള്ളീന്ന് പോരട്ടെ. ഉള്ളീന്ന് നല്ല സന്തോഷം. ആർക്കില്ലെങ്കിലും ഉള്ളിന്ന് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. സ്കോച്ച് എന്ന് പറയരുത്. അതല്ല, നീ വന്നതിൽ സന്തോഷം. നീ വന്നതിൽ സന്തോഷമുണ്ട്. സ്കോച്ചിനല്ല ഗൈസ്, വന്നതിലാണ് സന്തോഷം.
ചാരിത്രം നശിപ്പിക്കുക. സത്യം. ജർമ്മനി നിർത്തി. മതിയായി. ഇനി പോവാൻ വേണം എന്റെ ലോണൊക്കെ തീർക്കാൻ. ഓടിക്കളെ.